ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ബാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് ഈ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോവാണ്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോ കാണാം. നമുക്ക് ആദ്യം ഈ പഴം ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം. പഴം നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുങ്ങനെ പുഴുങ്ങിയപ്പോ നന്നായിട്ട് പുഴുങ്ങി പഴം ഒന്ന് വെന്തുടയണം. എന്നിട്ട് ഇതൊന്ന് രണ്ടായി മുറിച്ചിട്ട് ഇതിന്റെ ഉള്ളിലത്തെ ആ കറുത്ത അരി ഒന്ന് മാറ്റിയെടുക്ക. നന്നായിട്ട് പുഴുങ്ങി ഇതിന്റെ ഉള്ളിലത്തെ അരിയൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് പഴത്തിന്റെ. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ ഇങ്ങനെ വേണമെങ്കിൽ ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കണം. പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഗ്ലാസ് അളവിലാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ അരിപ്പൊടിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ആ വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടാട്ടോ ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നന്നായിട്ട് അരിപ്പൊടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് ഒരു ചെറിയ ചൂടുണ്ട്. ഇതൊന്ന് കുറച്ച് ചൂടാറട്ടെ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്ക. അരിപ്പൊടിയും പഴം കൂടെ ഒന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയെടുക്കാം. തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു 2-3 ഏലക്ക നമുക്കൊന്ന് കുത്തി പൊടിച്ചിട്ട് ഇടാം. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് വെല്ലത്തിന്റെ പൊടിയാണ് ചേർക്കുന്നത്. വെല്ലം ഉരുക്കിയിട്ട് അതിലിട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് പിന്നെ വിളയിച്ചെടുത്താലും നല്ലതാണ്. ഞാൻ കുറച്ച് വെല്ലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല നൈസ് പൊടിയാണിത്. മധുരത്തിന് ആവശ്യത്തിന് വെല്ലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഒന്ന് ചെറുങ്ങനെ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്ക. നന്നായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഇലയിൽ പരത്തിയെടുക്കാം. ഒരില വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മാവ് വെച്ചു കൊടുക്കാം. ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളത്തിലൊന്ന് നനച്ചിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പൊ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒട്ടാതെ കിട്ടിക്കോളും. പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ നമുക്ക് തേങ്ങയും വെല്ലം കൂടി ഇളക്കിയെടുത്ത ഈ മിക്സ് ഇതിന്റെ മേളിൽ ഇങ്ങനെ കുറച്ച് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു വശം ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ ഈ വശം കൂടെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ അടയും ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. മുഴുവൻ അടി നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മുഴുവൻ അടി നമ്മൾ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആവി പാത്രത്തിന് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിലേക്ക് ഓരോ അടകളായിട്ട് നിരത്തി വെച്ചു കൊടുക്കാം.
എല്ലായിടെയും നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. അട ഒരു 20 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 കൊഴക്കട്ടി നമ്മൾ ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഓരോന്നെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ചൂടുണ്ട്. ഒരെണ്ണം നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് പിന്നെ വെള്ളമൊക്കെ പാകമായിരുന്നു. അത് ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് ഒരു ഷേപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. രുചികരമായ ഒരു 4 മണി പലഹാരമാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ പഴ അടയും നമ്മൾ കൊഴക്കട്ടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. രണ്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.